മാനു എവിടെ ഉസ്താദ് എവിടെ അവിടെ പണിയിലാണ് നോക്കല്ലേ? ഓക്കെ സുഹൃത്തുക്കളെ, ഒരു വ്യത്യസ്തനായിട്ടുള്ള ഒരു ഉസ്താദ് ഉണ്ട് കേട്ടോ. നമ്മൾ ഈ സ്പോട്ട് ചെയ്ത് പറഞ്ഞ കടുങ്ങൂത്ത് ഫാറൂഖ് മാഷ നാട്ടിൽ തന്നെ കടുങ്ങൂത്താണ് ഉസ്താദ്. പള്ളിയിലും ഉണ്ട് മദ്രസയിലും ഉണ്ട് അല്ലേ? പക്ഷേ ഇന്നലെ അപ്രതീക്ഷിതമായിട്ടാണ് മാനു കണ്ടത് ഇദ്ദേഹത്തെ. പക്ഷേ നിങ്ങളെ പരിചയപ്പെടുത്താൻ തോന്നി. ഒരുപാട് കഴിവുള്ള ഒരു ഉസ്താദാട്ടാ. മദ്രസക്കും പള്ളിക്കൊക്കെ ശേഷം ഒഴിവു സമയങ്ങളിൽ ഒരുപാട് വർക്ക്, ഈ വീടിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു ഇതൊന്നല്ല, ഇത് ചെറിയ സംഭവമാണ്. ഇതൊക്കെ മൂപ്പര് ചെയ്തതാണ്. ഈ ഇൻ്റർലോക്ക് മൂപ്പര് ഒറ്റയ്ക്ക് ചെയ്തതാണ്. പക്ഷെ അതൊന്നല്ല, ഇവിടെ ഒരു മനോഹരമായ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. ഇത് പണി കഴിഞ്ഞല്ലേ ശരിക്ക്? കഴിഞ്ഞാണ്. അപ്പോൾ ഈ ഇതിനൊക്കെ എപ്പോഴാണ് സമയം കിട്ടുക? ഇത് ഒഴിവ് സമയത്തൊക്കെ. പിന്നെ പേരൊന്ന് പറയും. പേര് അബൂബക്കറാണ്. എവിടെ വർക്ക് ചെയ്യണത്? ഞാൻ കീരംകുണ്ട് പള്ളിയിലും മദ്രസയിലുമാണ്. കഴിഞ്ഞ വർഷം ഒരു മൂന്ന് വർഷം മങ്ങാട്ടുപുലം മദ്രസയിൽ സദറായിരുന്നു. സദർ സ്ഥായിൻ്റെ വർക്കുകളാണത്. ഈ ഇത്രയും കാര്യങ്ങൾ ഞാൻ വീട്ടിൽ ഒരുപാട് സംഭവം കണ്ടല്ലോ, അകത്ത് കണ്ടു. നല്ല മനോഹരമായിട്ട് ചിത്രങ്ങളല്ലേ, അത് 3D സ്റ്റൈലിലാണ് ചിത്രം ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ഈ വീടിൻ്റെ കുറേ കാര്യങ്ങൾ മൂപ്പർ സ്വന്തം ഒഴിവ് സമയത്ത് ചെയ്തതാണ്. ഇത് മാത്രമല്ല, ഈ ഡിസൈനുകൾ, പിന്നെ ഇവിടുത്തെ ഇതെന്താ പറയല്, പിന്നെ ഈ ഷീറ്റ് കാര്യങ്ങൾ, ഇൻഡസ്ട്രിയൽ വർക്ക്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. സ്വന്തം കാര്യങ്ങൾ ഒരുപാട് ഇതൊക്കെ പഠിച്ചെടുത്താണോ? സ്വന്തം നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ അതിലൊരു പുതുമ ഉണ്ടാവും. അപ്പോൾ ആ പുതുമ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ വിരിഞ്ഞിങ്ങനെ വരുമ്പോൾ അത് നമുക്കൊരു ആവേശം ഇങ്ങനെ വരും. ഒരു സംഗതി ചെയ്യുമ്പോൾ ചിത്രം വരക്കുകയാണെങ്കിലും ആ ചിത്രം ഇങ്ങനെ തെളിഞ്ഞിങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു മനസ്സിന് സന്തോഷം കിട്ടില്ലേ? പിന്നെ അടുത്തത് പിന്നെ കടക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കുക എന്താ ചെയ്യേണ്ടത്, എന്താ വേണ്ടത്. ഇത് പിന്നെ ഇതിലിപ്പോ ശരിക്കല്ലേ ഒറിജിനൽ പ്ലാവാണ്. ഇതൊക്കെ മനോഹരമായിട്ടുണ്ട്. ഈ ഡിസൈനൊക്കെ മനോഹരമായിട്ടുണ്ട്. എത്ര ദിവസം എടുത്തത്? ഇത് എപ്പോഴും ഒഴിവ് സമയത്തൊക്കെ ഒന്നിങ്ങനെ പള്ളി മദ്രസ ആകുമ്പോൾ സമയം വളരെ പരിമിതമായിരിക്കും. അപ്പോൾ ഓരോ ഭക്തിനും പള്ളിയിൽ പോകണ്ടേ. അപ്പോൾ അതിൻ്റെ അടിയിലുള്ള ഒരു ഇടവേള ഇത്രയും കാര്യം ചെയ്യും. അവിടെ തന്നെ അവിടെ ഒരു ബുക്ക് അല്ലേ, അതിൻ്റെ പണിയാണ് ഇപ്പോൾ ഫൈനലി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫൈനൽ സ്റ്റേജുമാണ് അല്ലേ? പിന്നെ എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു കൊടുക്കി. നിങ്ങൾ ചെയ്യുന്ന വർക്കുകൾ ആർട്ട്പരമായിട്ടൊക്കെ ചെയ്യും. എല്ലാം ചെയ്യും. പുറത്തേക്ക് ചെയ്യല്ല, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വീട്ടിൽ ചെയ്യണം. വീട്ടിൽ ചെയ്യും. പുറത്ത് വർഷങ്ങളോളം ചെയ്തിരുന്നു. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഒരു 4-5 വർഷമായിട്ട് വീട്ടിൽ തന്നെയാണ് ഒതുങ്ങിയ ഒരു ജീവിതം. ഇവിടെ സന്തോഷം. ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞു കൊടുത്തേ. ഇവിടെ ഇപ്പോൾ ഉള്ളിൽ കണ്ട കാഴ്ചകൾ ഒരു 2 3D ഉണ്ട്, പിന്നെ വാളുണ്ട്, പിന്നെ കോണി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കോണി ഡിസൈൻ. പിന്നെ അടുക്കളയിൽ ടൈല്, പിന്നെ അതേപോലെ തന്നെ വീതന എന്ന് പറയും നമ്മൾ. അങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തും വാർക്കുക, ചെയ്യുക, പിടിക്കുക, സിമെന്റ് എന്തുകൊണ്ടും നമ്മൾ ചെയ്യാന്നുള്ളൊരു സംവിധാനം. നേരത്തെ വേറെ വെറൈറ്റി എന്താ ചെയ്തിട്ടുണ്ട്? വേറെ പിന്നെ ഗൾഫിലാവുമ്പോൾ മസ്ജിദുൽ ഹറാം ചെയ്തിട്ടുണ്ട്. ഇന്റർലോക്ക് ഇട്ടാ ഇത് മൂപ്പര് വിരിച്ചതാണ്. മക്കത്തെ പള്ളി 9 മിനാരം വെച്ച്. ഫോട്ടോ ഉണ്ടോ? അതിപ്പോൾ നിലവിലില്ല. അത് മാധ്യമം ഇവിടെ കണ്ട നമ്മളെ കൂടുതലാണ് പാറ. അത് അന്ന് ഞാൻ 2 പ്രാവശ്യം ഞങ്ങൾ അറാറിൽ പോയിരുന്നു. അപ്പോൾ അന്ന് ആൽബം കൊണ്ടാണ് പോയത്. ആൽബം പിന്നെ അറബി വാങ്ങിച്ച് പിന്നെ തന്നില്ല. മൂപ്പർക്ക് ഞാൻ ഇവിടുന്ന് പോകും പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് വാങ്ങിച്ച് പിന്നെ തിരിച്ചു വരുമ്പോൾ തന്നില്ല. അതിൽ കുറേ വർക്കുകളുണ്ടായിരുന്നു. അതിൽ ടൈലർ മെഷീന്, മൊബൈല്, ഒക്കെ ഈ തെർമാക്കോള് പോലെയുള്ള ഫില്ലിങ് പോലെയുള്ള ക്രാഫ്റ്റിന്റെ ആളാണ്, കരകൗശല വിദഗ്ധൻ. പിന്നെ മസ്ജിദുൽ അക്സ, പിന്നെ കുബ്ബത്ത് സഖ്റ പോലെയുള്ള എല്ലാം അങ്ങനത്തെ എന്തും നിർമ്മിക്കുക എന്നുള്ളതാണ്. എന്ത് മിനിയേച്ചറുകളുണ്ടാവും. ഇപ്പം എന്തൊക്കെ നിർത്താൻ കാരണം? ഇപ്പോൾ ഒന്ന് കുട്ടികളൊക്കെ വലുതായി, ഒന്ന് പിന്നെ രണ്ടാമത് നമുക്ക് പള്ളി മദ്രസ രംഗത്ത് മരിച്ചു കൊണ്ടേ. അപ്പോൾ ജീവിതം ഒന്നും കൂടി ക്ലിയർ ചെയ്യാന്നുള്ള അടിസ്ഥാനത്തിൽ ഈ ബേസിക് നിൽക്കിച്ചു. എങ്ങനെ കണ്ടെത്തി? ഞാൻ ഉസ്താദിനെ നേരത്തെ അറിയും, പക്ഷേ കഴിവുണ്ടെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ യാദൃശികമായിട്ട് ഞാൻ ഇതിൽ വന്നപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ഈ ചിത്രം വരക്കുന്നുണ്ട്. അത് വരക്കുന്ന കണ്ടപ്പോഴാണ് ഞാൻ പിന്നെ ചുറ്റും നോക്കുമ്പോൾ മൊത്തം വ്യത്യസ്തമാണ് വീട്. നമ്മൾ ആ ആംഗിളിൽ നമ്മൾ നോക്കിയിട്ടില്ല. അപ്പോൾ എല്ലാ ജോലികളും മൂപ്പരാണ് ചെയ്തേണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. എല്ലാ സംഗതിയിലും ഒരു പുല്ലു ജദീദും ലദ്ദത്തും എന്താ, എല്ലാ പുതിയയിലും ഒരു രസം ഉണ്ടാവും. അങ്ങനെ മെൻ ജദ്ദ വജദ, പരിശ്രമിച്ചാൽ വിജയമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കാര്യത്തിലും ഒരു പരിശ്രമം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വിജയം കണ്ടെത്താൻ കഴിയും. അപ്പോൾ നമ്മൾ ഉറങ്ങി കിടക്കുമ്പോൾ അത് ആ സമയം വേസ്റ്റ് ആവും, പിന്നെ ശരീരത്തിന് കേടാണ്.
അനാവശ്യമായിട്ട് ഉറങ്ങുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ഓരോ ഫീച്ചറുകൾ വർക്ക് ചെയ്ത് ഇങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ഒരു ഹാപ്പി ആയിരിക്കും ജീവിതം. ഹാപ്പിയാണ് അൽഹംദുലില്ലാ. ഓക്കെ, എന്താ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ, വേറെന്താ ഉദ്ദേശിക്കണത്? അടുത്തിങ്ങനെ ഓരോന്നിങ്ങനെ മനസ്സിൽ കരുതുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും. കുട്ടികൾ ഉണ്ടാക്കാനായപ്പോൾ ഇതുവരെ മൊത്തത്തിലൊരു ഇതായി മാറും എന്ന് പറഞ്ഞാൽ. ഓക്കെ ഓക്കെ, ഇത് ഈ സാധനങ്ങൾ ഉണ്ടാക്കി തന്നെയാണോ അല്ലേ? ആ അതെ അതെ. ഇവിടെ ഒരുപാട് സംഭവം ഉണ്ട്. ഷാവിലെ വന്ന് കണ്ടപ്പോൾ എന്താ തോന്നിയത്? എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. എല്ലാറ്റിലും ഒരു ആർട്ടിസ്റ്റിക് ടച്ച് ഉണ്ട്. പ്രത്യേകിച്ച് ഇത് കണ്ടില്ലേ, എന്താണ് ഇത് ഞാൻ ശ്രദ്ധിച്ചത്. ഇത് മൂപ്പരൊരു ഇതാണ് തോന്നുന്നത്, ആരും ശ്രദ്ധിക്കില്ല. ചെറിയൊരു ഏരിയയാണ് ഇവിടെ അല്ലേ, ചെറിയ കല്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് രസമായിട്ടുണ്ട്. ഈ ചെടികൾ മനോഹരമാക്കി ഏതായാലും മാനുമാഷ നാട്ടുകാരനാണ് അല്ലേ? ഓക്കെ, ഏതായാലും ഉഷാറാവട്ടെ, കുറച്ചൊരു അനുഗ്രഹം ഉണ്ടാവട്ടെ, എല്ലാ വർക്കത്തും ഉണ്ടാവട്ടെ, ഉയർച്ച ഉണ്ടാവട്ടെ.